അവരവരെ അല്ല ഒരു മിനിറ്റ് എന്നോട് നിങ്ങൾ ചാടിക്കല്ലേ ഞാൻ വിത്ത് പ്രൂഫ് ചെയ്യാൻ തരാം വിത്ത് പ്രൂഫ് തരാം അത് എനിക്കൊരു പ്രശ്നമില്ല എനിക്കറിയാം ഞാൻ ആരും നോമിനേറ്റ് ചെയ്തത് എനിക്കത് കുഴപ്പമില്ല കുറെ ദിവസമായി എന്നെ പറ്റിച്ചു ചെയ്തു എനിക്ക് ഒരു പ്രശ്നം എനിക്ക് ഒരു കുഴപ്പമില്ല ചെയ്യില്ലെന്നുള്ളതൊന്നല്ല നിങ്ങളുടെ ചതിക്കൂലി കുറെ ദിവസമായി ഞാൻ കിടന്നുകൊണ്ട് ഞാൻ ഉയലുന്നു അതിൽ നിങ്ങൾക്ക് മാറും മുഖത്തോട് കള്ളം പറയുന്ന ഇവിടെ നൂറയുടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? നൂറ പ്രശ്നം എന്താണെന്ന് ശരിക്കും അറിയാതെ മനസ്സിലാക്കാതെ പോയിട്ട് അങ്ങ് വാദിക്കും. അത് നൂറയുടെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. സംഭവം എന്താണെന്നോ കാര്യം എന്തുവാ നടന്നതെന്നോ അറിയാതെ നൂറ പോയിട്ട് ഇരുന്ന് അങ്ങോട്ട് വാദിക്കും. അവസാനം കാര്യം അറിയുമ്പോൾ നൂറയ്ക്ക് അവിടെ ഒന്നും പറയാനും ഉണ്ടാകത്തില്ല. ഇതാണ് നൂറയുടെ ഒരവസ്ഥ. ഇവിടെ ഷാനവാസ് ആദില ഇവരൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു ആര്യനെ നോമിനേറ്റ് ചെയ്യണം എന്നുള്ളത്. എന്നിട്ട് ഈ ആദില നേരെ കൊണ്ടുപോയി ഷാനവാസിനെ അങ്ങ് നോമിനേറ്റ് ചെയ്തു. ഇവിടെ ഇവളുടെ വാക്ക് വിശ്വസിച്ചിട്ട് ഷാനവാസ് ആര്യനെയും നോമിനേറ്റ് ചെയ്തു. ഇവിടെ ഒരു ആകെ ആര്യനെ കിട്ടിയേക്കുന്ന 2 വോട്ടായിരുന്നു. ഒരു ഓപ്പൺ നോമിനേഷനായിരുന്നു, അത് അനുവാണ് ചെയ്തത്. രണ്ടാമത്തത് ഷാനവാസും. ഇത് ചോദിച്ചതാണ് ഇവിടെ ഇപ്പം ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ കാരണം ഷാനവാസിന് മനസ്സിലായി എന്നെ ചതിച്ച്. അവർ നല്ല രീതിയിൽ എൻ്റെ കിട്ട പണിയാണെന്നുള്ളത് ഷാനവാസിന് ഇപ്പം മനസ്സിലായിട്ട് വരുന്നുണ്ട്. അതാണ് സംഭവം. ബാക്കി കേൾക്കാം. സംസാരിക്കാൻ വന്നാലും ഞാൻ കൊടുക്കും, ഞാൻ ചെവി കൊടുക്കും. ഇപ്പൊ നീ എന്റെ മുന്നിൽ പറഞ്ഞ കാരണല്ലോ, ആ കാരണ നീ കുറെ കാലായി കച്ചവടിക്കണം. ആ നബീന്റെ കാലത്ത് പോലെ നീ കുഴപ്പമില്ലെന്നേ സമയം പോലെ വെയിറ്റ് ചെയ്യേ ഞാൻ മനസ്സിൽ കൊണ്ടുവരുന്ന നീ എന്റെ ഇമോഷൻസിന് വെറും മുതലിട്ട ആൾക്കാരാണ്. നീ ഒക്കെ വെയിറ്റ് ചെയ്യൊക്കെ തരാറുണ്ടത് ഇപ്പൊ എന്റെ എന്നെ ഇവിടെ ഷാനവാസ് എടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. അന്ന് നിവിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, ഷാനവാസും നെവിനും ആയിട്ടുള്ളത്. അത് ഇവിടെ ഇപ്പോൾ ഷാനവാസ് എടുത്ത് പറയുന്നുണ്ട്, അതും നീ കാരണമാണ് ഉണ്ടായതെന്നുള്ളത്. ചർച്ച ചെയ്യാതെ പോയപ്പോ ഇവര് രക്ഷപ്പെട്ടതാ. ഞാൻ പിന്നെ അത് ചർച്ച കിട്ടണില്ല. നിന്റെ ഓരോ വേർഡ്സും ഞാൻ പിടിക്കും. ആണെന്ന് വെച്ചോ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എന്താണ് എനിക്കറിയാൻ പാടില്ല. എന്തിനാ ബ്ലാക്ക്മെയിലിംഗ്? 2, 3, 4 ഇൻസിഡന്റ് ആയപ്പോൾ ഞാൻ വെറുതെ വിട്ടതാ. കാണിച്ചു തരാന്ന്. ഈ നിമിഷം വരെ എത്തിയതിനു ശേഷം നിന്റെയൊക്കെ മുഖം മാറാൻ തുടങ്ങിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. ഞാനെന്താ ഉദ്ദേശം എന്റെ മനസ്സിലുണ്ടാവും. ഞാനത് കാണിച്ചോളാന്നേ. കാണിക്കോന്ന് അറിയാത്ത കാര്യങ്ങളുണ്ടല്ലോ എടുത്തു ചാടി സംസാരിക്കാൻ. ഇതോടെ പെങ്ങളോട്ടിക്കാട് അവളെ തീർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ഇവരുമാളുടെ ചതി ചെതപ്പെടരുത് ഷാനവാസ. പെട്ട് കഴിഞ്ഞാൽ വീണ്ടും പരിതാപകരമായി പോകും തൻ്റെ അവസ്ഥ. ഇവളുമാർ അവസരം കിട്ടിയപ്പോൾ നന്നായിട്ട് അത് യൂസ് ചെയ്തു. പിന്നെ അത് നെഗറ്റീവാണെന്ന് വന്നപ്പോൾ അത് നേരെ തലതിരിക്കുകയും ചെയ്തു. ഇതാണ് ഇവളുമാരുടെ സ്വഭാവം.
പിന്നെ നൂറ വല്ലതും അറിഞ്ഞിട്ടാണോ ഇതിൽ ചെന്ന് പെട്ടതെന്ന് എനിക്കറിയത്തില്ല. കാരണം ആദിലയാണ് ഇവിടെ ചീപ്പായിട്ടുള്ള ഗെയിം കളിക്കുന്നത്. ഒരു വൃത്തികെട്ട പെണ്ണ്. അത്രേ എനിക്ക് ആദിലയെക്കുറിച്ച് പറയാനുള്ളൂ. അത് അപ്പോഴും ഇപ്പോഴും എപ്പോഴും അത്രേ ഉള്ളൂ. ശരിയെന്നാ.